never slow up, no I don't take shit. I got no love for the fakeness. If you wanna ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ വാവാ വ്ലോഗ്സ് 2017 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിൽ മസാല ഷവായാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇംബെക്സിൻ്റെ എയർ ഫ്രയറാണ് മേടിച്ചത്. നമ്മളിതാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാടുണ്ട് അൺബോക്സ് ചെയ്യാൻ. ഇങ്ങനെ ഫസ്റ്റ് കട്ട് ചെയ്യണം, ലാസ്റ്റ് ഫ്രൈ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യണം, ഇങ്ങനെ സൈഡിൽ കൂടെ കട്ട് ചെയ്യണം. കുറച്ച് പാടുണ്ട് ചെയ്യാൻ. എൻ്റെ സൈഡിൽ കട്ട് ചെയ്ത് റെഡിയാക്കണം. കുറച്ച് ഇത് കട്ട് ചെയ്താണ് വിടുന്നത്. അല്ലെങ്കിൽ ഇത് മറ്റേ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് തന്നെ മറ്റേ സ്റ്റിക്കർ മൊത്തം ഒരുക്കണം. കുറച്ച് പാടായതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് വിടുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മേടിച്ചത് ഇംബെക്സിൻ്റെ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അൺബോക്സ് ചെയ്യുകയാണ്. അതിനങ്ങനെ കട്ട് ചെയ്ത് തുറന്നിരിക്കുന്നു. അയ്യോ, അതാണ് അതിൻ്റെ ഒരു മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ പിന്നെ ഇതാണ് അതിനുള്ളിൽ വെക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ എടുക്കണം. എയർ ഫ്രയർ എടുക്കണം, എടുത്തേ പറ്റൂ. അങ്ങനെ ചെയ്യാണ്ടിരിക്കുകയാണ്. എടുത്തു, അങ്ങനെ ഇരിക്കുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി ഓപ്പൺ ആക്കണം. അതിൻ്റെ സ്റ്റിക്കറൊക്കെ പീൽ ചെയ്ത് കളയണം. സ്റ്റിക്കർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ കൂടെ കറക്കി എടുക്കണം. ഇനി ഇവിടുന്ന് അത് കറക്കി ഇങ്ങനെ എടുക്കണം. കറക്കി എടുത്തു. ഞാൻ അതിൻ്റെ ഉള്ളിൽ തുറന്നെടുക്കണം. എന്താ തുറന്നു അതിങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ കയ്യിലോട്ട്. ഇനി അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ അതിനുള്ളിൽ ഗ്രില്ലുണ്ടാക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്കർ തനിയെ ഊരെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളെടുത്ത് മേടിച്ചത് കേട്ടോ. ഇപ്പോൾ മേടിക്കുന്ന ഭയങ്കര ലാഭമാണ്. നമ്മുടെ വിലക്കുറവ് കിട്ടുന്നുണ്ട്. 16,000 രൂപ സാധനം 16,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ അൺബോക്സ് പീൽ ചെയ്താണ്. ഉള്ളിൽ ഇങ്ങനെ ഊരാൻ പറ്റും. മനസ്സിലാകണ്ട കണ്ടോ ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഊരിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിറ്റ് ചെയ്തു. ഇന്ന് വേറെ മറ്റേ ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോകാം. ഇതിനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോകാം. അതിപ്പോൾ നമുക്ക് മസാല കിട്ടുന്നുണ്ട്. ഈ മസാല എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ ക്യാപ്ഷനല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. സേവ് എന്നിട്ട് ഓക്കെ. കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം 2 കപ്പ് വെള്ളം വേണം. വെള്ളം വെച്ചിട്ട് ചെറിയ ഗ്ലാസ് 2 കപ്പ് വെള്ളം ഇട്ട് നല്ലോണം അടിക്കുക. നല്ലോണം മിക്സി ഇട്ട് അരയ്ക്കുക. 1 സെക്കൻഡ് റെഡിയാവും. ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കനിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് മസാല ഇച്ചിരി കുറവായതുകൊണ്ടാണ് അങ്ങനെ തേച്ച് കൊടുക്കുന്നത്. തേച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കണം. തേച്ച് ഉള്ളോട്ടൊക്കെ ഇടണം. ഉള്ളോട്ടൊക്കെ ഇങ്ങനെ തേച്ച് പിടിക്കണം. മസാല വെച്ച് തേച്ച് ഇത് കഴിഞ്ഞ് 2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വേണം. ഞാൻ ഒന്നുകൂടെ തേച്ച് ഇവിടെയൊക്കെ പിടിച്ചതിന് ശേഷം പിടിക്കണം. അതിൻ്റെ ഉള്ളോട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കോഴിയൊക്കെ സെറ്റാക്കി
തേച്ച് റെഡിയാക്കി ഉള്ളോട്ടൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഒരു 2 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കണം. അങ്ങനെ റെഡിയായി വെച്ചു. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അവിടെ എടുത്തു നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു 2.5 കിലോയുടെ ചിക്കനൊന്നും വേണ്ട, ഒരു 1 കിലോ ചിക്കൻ മതി. നമുക്ക് 2.5 കിലോയുടെ ചിക്കനാണ്. അതുകൊണ്ട് നമുക്ക് ഇനി മുറിക്കണം. ഇതാണ് എയർ ഫ്രയർ. നമ്മളിനി മുറിച്ചെടുക്കണം. ഇതാണ് നമ്മൾ എയർ ഫ്രയർ. ഇംബെക്സിൻ്റെയാണ്. ഇപ്പോൾ എടുക്കുന്നത് നല്ല ഓഫറിലാണ്. അത് കാരണം നിങ്ങൾ എടുക്കുന്നതായിരിക്കില്ല. ഇപ്പോൾ എടുക്കുന്നതായിരിക്കില്ല. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓഫ്ലൈറ്റ് നമുക്ക് ലൈറ്റ്സ് നമുക്ക് പല ഇതിലും നമ്മുടെ അതിൻ്റെ മാനുവൽ ബുക്കിലുണ്ടാവും. ഒക്കെ നമ്മൾ ഓഫ് ചെയ്ത് നമുക്ക് ചിക്കനൊക്കെ കുറച്ചേരോടെ വെച്ചു. ഇനി അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കണം. അതാണ് ഇനി പാട്. അതിനോട് നമുക്ക് വേണ്ടി ഷവായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അച്ഛൻ ഗ്ലൗസൊക്കെ വിട്ട് വന്നു. നമുക്ക് ഇത് റെഡിയാക്കി ഒന്ന് മുറിക്കണം. ഇനി അതാണ് പാട്. ഇനി 2ആയിട്ട് മുറിക്കണം. പീസാക്കണം. മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതവിടെ വെക്കണം. അത് 2ആയിട്ട് മുറിക്കണം. എന്നിട്ട് നമ്മൾ എയർ ഫ്രയർ വെച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2ആയിട്ട് ബാക്ക് ഭാഗം മുറിക്കുന്നുണ്ട്. കുറച്ച് പാടുണ്ട്. എല്ല് ഭാഗമായിട്ടുണ്ട്. നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുറിച്ചു. ബാക്കിൽ നിന്ന് നല്ല പാടാണ്. അപ്പോൾ ഫ്രണ്ടായി മുറിച്ച് ക്ലിയറായി. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി നാളെ വെച്ച് റെഡിയാക്കും. എയർ ഫ്രയർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ നമ്മളത് ഉള്ളോട്ട് വെച്ച് റെഡിയാക്കും. ചിക്കൻ്റെ ഉള്ളോട്ട് എയർ ഫ്രയർ എല്ലാം വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോഴി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായി കറങ്ങും. ഒരു 1 മണിക്കൂർ സെറ്റുണ്ടല്ലോ. അങ്ങനെ റെഡി ആവാണ്. കുറേ ഇങ്ങനെ സെറ്റാവാണ്ട്. അങ്ങനെ ഇതിങ്ങനെ കറങ്ങണം. 20 ടെമ്പറേച്ചറിലാണ് വെച്ചേക്കുന്നത്. 50 മിനിറ്റാണ് വെച്ചേക്കുന്നത്. 20 ടെമ്പറേച്ചറിൽ 50 മിനിറ്റ്. ഇനി റെഡി ആവാനുണ്ട്. ഇനി കറങ്ങി പതിയെ കറങ്ങണം. കറങ്ങി ഇംപെക്സിൻ്റെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല വിലക്കുറവുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. നല്ലോണം വേവും എന്തെങ്കിലും ഹീറ്റായി നമ്മൾ ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലോ ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോ കിട്ടിയില്ല.